അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാർകുട്ടിക്ക് സമീപം റോഡിലേക്ക് മണ്ണും മരവും ഇടിഞ്ഞു വീണു. ഇടിഞ്ഞെത്തിയ മരം മുറിച്ചു നീക്കി ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജെയിനിസ് രാജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെയിൻ, ഇടുക്കിയിലെ പല പ്രദേശത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പുതിയ സംഭവം എന്താണ് ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിയോ? പൂജ, രണ്ടിടത്താണ് ഇത്തരം സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മഴയുമായി ബന്ധപ്പെട്ട നാശനഷ്ടം കുറവാണ്. പക്ഷേ ഇടവിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് കുമളി അടിമാലി സംസ്ഥാന പാതയിൽ വലിയ മരം റോഡിലേക്ക് ഒടിഞ്ഞു വീഴുകയും കല്ലാർകുട്ടിക്ക് സമീപമാണ് മറിഞ്ഞു വീഴുകയും ഏറെ നേരം അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകളോളം പരിശ്രമിച്ചതിന് ശേഷമാണ് ഈ മരം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ വെട്ടി നീക്കിയത്. അതിനുശേഷം അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം ഉണ്ടായത് പീരുമേടാണ്. പീരുമേട് കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ IHRD കോളേജിന് സമീപത്ത് സമാനമായ ഒരു സംഭവമുണ്ടായി. വലിയ മരം തന്നെയാണ് അവിടെ മറിഞ്ഞ് റോട്ടിലേക്ക് വീണത്. ഇതും അവിടെ നിന്ന് മുറിച്ച് നീക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി മഴ ഇടവിട്ട് ശക്തമായി പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പീരുമേടൊക്കെ ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസവുമായി താരതമ്യം ചെയ്യുമ്പോൾ മഴയുടെ അളവ് കുറവാണ്. പക്ഷേ നമുക്കറിയാം, ഓറഞ്ച് അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് ജാഗ്രത തുടരേണ്ട ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഇടുക്കി ജില്ലയിൽ പൂർണ്ണ ഗതാഗത നിരോധനമാണ്. അതോടൊപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ ഇരുമ്പുവാലം വരെയും വാഹനങ്ങൾക്ക് അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. വിനോദസഞ്ചാരികളുടെ വാഹനം കടത്തിവിടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി തന്നെ ഗ്യാപ് റോഡിലും വാഹന ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജെയിനിസ് രാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.